നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഓഗസ്റ്റ് 31, ഇത് ഓഗസ്റ്റ് മാസമാണല്ലോ. ഓഗസ്റ്റ് 31-നുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത്, ഇതാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ റീഡിങ്ങിൻ്റെ താഴെ, യൂട്യൂബിൽ ഉള്ള റീഡിങ്ങിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ 3 കാർഡാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് റെഡ് റോസ്, ഒന്ന് യെല്ലോ, ഒന്ന് വൈറ്റ്. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സെലക്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് കാർഡുകൾ മാറ്റാം. ഓൾറൈറ്റ്, ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങൾ ഓഗസ്റ്റ് 31, 2026-നുള്ളിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കാർഡുകൾ മറിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായ കാർഡായിരിക്കും വരാൻ പോകുന്നത്. ഇത് കർമ്മഫലത്തിന്റെ കാർഡാണ്. ചിലരുടെ ജീവിതത്തിൽ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം, എന്നിട്ട് ഞാനത് ഡീറ്റെയിൽസ് പറയാം. ഭഗവാൻ, ഈ കാർഡ് വല്ലതും ഉണ്ടോ? മറിഞ്ഞില്ല. എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് മാത്രമാണ് നിങ്ങൾ കാണേണ്ടതെന്ന് തോന്നുന്നത്. ഇത് കർമ്മഫലത്തിന്റെ കാർഡാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങള് നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും മുൻജന്മ കർമ്മം, മുൻജന്മ പാപം എന്നൊക്കെയാണ് പറയാറ്. അപ്പോ പക്ഷെ അപ്പൊ നമ്മൾക്ക് തോന്നും നമ്മൾ ഈ ജന്മത്തിൽ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലേന്ന്. ഈ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല, അല്ലെ? ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് നമുക്കറിയില്ല. നമ്മൾക്ക് അറിയുന്ന പോലെ നമ്മൾ ജീവിക്കുന്നു. അപ്പോ എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നെഗറ്റീവായിട്ട് ഭവിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. ഈ മത്ത കുത്തിയാല് കുമ്പളം മുളക്കുമോ എന്നത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ആദ്യത്തെ കളർ സെലക്ട് ചെയ്തവരുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഉപേക്ഷിച്ച് പോയ സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലായിരിക്കാം, മെസ്സേജസിന് റെസ്പോൺസ് ഇല്ല. അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇപ്പോൾ. പക്ഷേ ഓഗസ്റ്റിൽ ഇതിന് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. ഇവിടെ ഒരു റീകൺസിലിയേഷൻ, ആ വ്യക്തി നിങ്ങളെ വിളിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്താ പറയാ, പിന്നെയും തുടങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭഗവാനെയും നമ ശിവായ. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. അപ്പോ റിയൂണിയൻ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ല കാർഡാണ്. അയ്യോ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു,
ഇനി എനിക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് അത്ര നല്ലതല്ല. എന്നാലും കുറ്റം ആക്സെപ്റ്റ് ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കി ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ റെഡിയാണ്, ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ല എന്ന ഒരു മനസ്സോടെ വരുന്ന ആളാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, അല്ലേ? നോക്കട്ടെ, ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യും. നമ്മളുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കാറില്ല, മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. വ്യഗ്രത കൂടും എന്ന് കൂടി മനസ്സിലാക്കുക. ഒരു കാർഡും കൂടെ വേണം. ഇവിടെ ഒരു എംപ്രസിനെ കാണിക്കുന്നുണ്ട്. എംപ്രസ് ടോറസ് ലീബ്ര സോഡിയാക് സൈൻ ആണ്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഭൂമിദേവി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ പിന്നെ കൂടെ വന്നത് ലവേഴ്സും ആണ്. അപ്പോ എംപ്രസ് എന്ന് പറഞ്ഞാല് റെസ്പെക്ട് ആഗ്രഹിക്കുന്ന, എല്ലാവരോടും ദയയോടും കരുണയോടും പെരുമാറുന്ന, എല്ലാവരെയും നല്ല നിലയിൽ നോക്കുന്ന, നന്നായി സ്നേഹിക്കുന്ന ഒരു എനർജിയാണത്. ഫീമെയിൽ എനർജിയാണ്, മെയിലിനും വരാം ഈ എനർജി. അതിന്റെ കൂടെ ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരാളെയാണ് ഈ വ്യക്തി സ്നേഹിച്ചിരുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയാണോ എംപ്രസ്, നിങ്ങളാണോ എംപ്രസ് എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ചോദിച്ചപ്പോൾ ഇവിടെ വളരെ സ്നേഹമുള്ള ഒരു ഫീമെയിൽ എനർജിയെ കാണിക്കുന്നുണ്ട് എംപ്രസിനെ. അപ്പോ എംപ്രസ് എന്ന് പറഞ്ഞാൽ നമ്മള് ചില സമയത്ത് എംപ്രസിന് ആൾക്കാര് ഇപ്പൊ നമ്മള് കൂടുതൽ ഒരാളോട് വിധേയത്വം കാണിക്കുമ്പോൾ ചിലപ്പോ അവര് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മള് സ്നേഹം കൂടുതൽ കാണിക്കുമ്പോൾ ആ സ്നേഹത്തിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകള്, ആ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാതെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ലവേഴ്സ് ആയിരുന്നു, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ആരോ ഇവരുടെ സ്നേഹവും അവരുടെ ദയയും കനിവും എല്ലാം ദുരുപയോഗം ചെയ്തു. അങ്ങനെ നശിച്ചു പോയ, അങ്ങനെ അകന്നു പോയ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടാണോ പശ്ചാത്താപം കൊണ്ടാണോ ഈ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീകൺസിലിയേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു കയറാൻ പോകുന്നത്. അതിന്റെ ഒരു ഓപ്ഷൻ ഓഗസ്റ്റിൽ വരും, ഓഗസ്റ്റ് 31-നുള്ളിൽ വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്? ഓഗസ്റ്റിൽ ഡെവിൾ കാർഡ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാൻ റിവേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ കിങ് ഓഫ് കപ്സും അപ്രൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാല് ഡെവിൾ എന്ന് പറഞ്ഞാല് ഒരു ഷാഡോ സെൽഫാണ്. ഷാഡോ നമ്മളുടെ നെഗറ്റീവ് സൈഡാണ് ഡെവിൾ സൈഡ്, കേട്ടോ. ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമുക്കുണ്ട്. ചിലരുടെ ജീവിതത്തിലെ നെഗറ്റീവ് സൈഡ് ആയിരിക്കും കൂടുതൽ പ്രോമിനന്റ് ആവുന്നത്, കൂടുതൽ ആക്റ്റീവ് ആയിട്ട് വരുന്നത് നെഗറ്റീവ് സൈഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് ചെകുത്താന്റെ സ്വഭാവം, എന്താ പറയുക, ചെകുത്താൻ എന്താ ചെയ്യുക, സെഡ്യൂസ് ചെയ്യും, നമ്മളെ വഴി തെറ്റിച്ചു വിടാൻ നോക്കും ചെകുത്താൻ. അതാണല്ലോ ചെകുത്താന്റെ മെയിൻ ഉദ്ദേശം. അപ്പോ അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓഗസ്റ്റ് 31-ന് വന്ന് നിങ്ങൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. പക്ഷെ ഇങ്ങനെ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നെഗറ്റീവ് സൈഡ് ആയിരിക്കും, വ്യക്തിയുടെ കൂടുതലായിട്ടുള്ള അതായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത്. ഈ വ്യക്തിയുടെ പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ വ്യക്തിയെ ഒരു നെഗറ്റീവ് ചെകുത്താനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ സൈഡ് ഓഫ് ചെകുത്താനായിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത്. അപ്പോ ഈ ഒരു സ്വഭാവം ഈ വ്യക്തിയുടെ മാറാനായിട്ട് കുറച്ച് ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് റെക്കൺസിലിയേഷൻ വന്നാലും ഈ വ്യക്തിയുടെ ശരിക്കും ഈ സ്വഭാവം മാറാൻ കുറെ നാളെടുക്കും. ഈ മാസം ഈ സ്വഭാവം മാറില്ല. അത് പതുക്കെ പതുക്കെ കുറ്റബോധത്തിൽ തുടങ്ങി തിരിച്ചു വരണമെന്ന ആഗ്രഹം തുടങ്ങിയ സ്ഥിതിക്ക് പതുക്കെ പതുക്കെ നിങ്ങൾക്കായിട്ട് ഈ വ്യക്തിയെ മാറ്റിയെടുക്കാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങി കൊടുക്കരുത്. നമുക്കൊരു വ്യക്തിത്വം വേണം. നിങ്ങളൊരു എംപ്രസ് ആണ്, ഒരു ചക്രവർത്തിനിയാണ്. അപ്പൊ നമ്മൾ ചക്രവർത്തിനിയാണെന്നൊരു ബോധം നമ്മൾക്ക് വേണം. നമ്മൾ ആ ലെവലിൽ വന്നിട്ട് വേണം മറ്റുള്ളവർ ഇങ്ങനെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരോട് നമ്മൾ പെരുമാറാനായിട്ട്. അല്ലെങ്കിൽ ഇവരത് ദുരുപയോഗം ചെയ്യും. അപ്പൊ ഈ വ്യക്തി തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെയും പഴയ പോലെ ആ വ്യക്തി
വ്യക്തിയോട് കംപ്ലീറ്റ് ആയിട്ട് വഴങ്ങി ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇതേ സൈക്കിൾ ആവർത്തിക്കും. മനസ്സിലായെന്ന് വെച്ചാൽ പിന്നെയും ഇത് നോ കോണ്ടാക്റ്റിൽ ഈ വ്യക്തി ദുരുപയോഗം ചെയ്യും നിങ്ങളുടെ കാര്യങ്ങൾ, എന്നിട്ട് പിന്നീട് നിങ്ങൾ പിന്നെയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോവുക. ഇതിങ്ങനെ, കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് നിങ്ങളൊരു വര വരയ്ക്കണം, ഇതാണ് എൻ്റെ പരിധി, ഇതിനിപ്പുറത്തേക്ക് കടക്കരുത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഞാൻ സമ്മതിച്ചു തന്നിരുന്നു നിങ്ങളോടുള്ള കൂടുതൽ കൊണ്ടാണ്, പക്ഷെ നിങ്ങൾ അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ഇനി എനിക്കിതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സംസാരിക്കണം. എന്നാലേ ഈ റിലേഷൻഷിപ്പ് നല്ലൊരു വഴിയിലേക്ക് പോകുള്ളൂ. ഇവിടെ നിങ്ങൾ പഴയ പോലെ തന്നെ പെരുമാറുകയും ഈ വ്യക്തി പഴയ എനർജിയുമായിട്ട് വരുമ്പോൾ പിന്നെയും അതേ ചക്രമാണ് നിങ്ങൾ ആവർത്തിക്കാൻ പോകുന്നത്, പിന്നെയും ഇത് നോ കോണ്ടാക്റ്റിലേക്ക് പോകും. അപ്പൊ അതിന് പകരം നിങ്ങൾ തീരുമാനിക്കുക, ഈ വ്യക്തി വരുന്നുണ്ട്, രണ്ട് കൈ നിന്നിട്ട് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയോട് പറയാ ഇനി പഴയ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ കുറെ മാറി. നിങ്ങൾ മാറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളും നിങ്ങളുടെ സ്വഭാവം കുറെ മാറുക. നിങ്ങളുടെ പഴയ സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഇനിയും പഴയ പോലെ ആവും. കാരണം എൻ്റെ സ്വഭാവം വളരെയധികം മാറിയിട്ടുണ്ട്, ഞാൻ ഈ പരിതസ്ഥിതിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പഴയ പോലെ പെരുമാറാൻ പറ്റില്ല, അത് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുകയും പാടില്ല എന്ന കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഈ വ്യക്തിയോട് ആവശ്യമില്ലാതെ വഴക്കിടുക, ഈഗോ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാതെ നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുക. നിങ്ങൾ വളരെ കഴിവുള്ള, വളരെ തന്നെത്താനെ ജീവിക്കാൻ നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെത്താനെയാണ് ജീവിച്ചത്. സോറി, ഈ വ്യക്തിയാണ് വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല എന്ന്. കാരണം നിങ്ങൾക്ക് തന്നെത്താനെ ജീവിക്കാൻ പറ്റും, നിങ്ങൾ മനസ്സിലാക്കി തന്നു വ്യക്തി. അത് ഈ വ്യക്തിയുടെ തെറ്റാണ്. മനസ്സിലായി? അവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പോ നിങ്ങൾ ഈ വ്യക്തിയോട് വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ പഴയ പോലെ തന്നെ പോകും, പിന്നെ ഈ വന്നതിന് ഒരു കാര്യവുമില്ല. മനസ്സിലായി? പിന്നെയും ഇതേ ചക്രമാണ്. നമ്മള് ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രശ്നമായി, രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ ഇത് ഒരേ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതാണ്. പക്ഷെ നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിൽ കയറിയാലും നമ്മൾ ഇതേ എനർജിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും ഈ റിലേഷൻഷിപ്പിലും പഴയ കാര്യങ്ങൾ ആവർത്തിക്കും. അപ്പൊ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള, നശിച്ചു പോയ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എൻ്റെ കയ്യിൽ നിന്ന് എന്താണ് പ്രശ്നമുണ്ടായത്, അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ വ്യത്യാസം വരുത്തേണ്ടത്, മനസ്സിലായോ? ഞാൻ എങ്ങനെയുള്ള ആളുകളെയാണ് സ്വീകരിക്കാൻ പാടില്ലാത്തത്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ റിലേഷൻഷിപ്പില്. അപ്പൊ ഇതാണ് വരാൻ പോകുന്നത്. അപ്പൊ ഓഗസ്റ്റിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണ് ഈ വ്യക്തിയെ നേരെയാക്കി എടുക്കാൻ എന്ന് നമ്മൾ പറയുന്നു. നേരെയാക്കി എടുക്കാൻ എന്നല്ല, ഈ വ്യക്തിയെ എനിക്ക് ഇതേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കാൻ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിനപ്പുറം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്ന ഒരു കാര്യം നിങ്ങൾ. കാരണം ആ സിനിമയില് ഭർത്താവ് അവിടെ ഇവിടെയൊക്കെ കറങ്ങി തോന്നിയ പോലെയാണ് വരിക. ഭാര്യയും രണ്ട് പെൺകുട്ടികളുമാണ്, എങ്ങനെ ജീവിക്കണം അറിയില്ല. അവസാനം ഭാര്യ ഒരു തയ്യക്കടയിലിട്ട് ഇതായി വരുമ്പോ പിന്നെ ഈ വ്യക്തി തിരിച്ചു വരികയാണ്. പക്ഷെ അതുവരെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ഭാര്യ പിന്നീട് ഈ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാര്യങ്ങൾ തുറന്നു പറയാണ്, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് വളരെ പച്ചയായിട്ട് കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ നമുക്ക് ആളുകളെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ നന്മയെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും, പിന്നെയും അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, പൈസീസ്, കാപ്രിക്കോൺ, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഇത് ജെമിനായി ആണ് കേട്ടോ, ലവേഴ്സ് കാണിച്ച്, ഞാനത് പറഞ്ഞില്ലായിരുന്നു. ഇത് എംപ്രസ്, ടോറസ്, ലിബ്രയാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ വരുന്നുണ്ട് റീകൺസിലിയേഷൻ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങള് ക്വീൻ ഓഫ് വാൻസ് ആണ്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം കാര്യം നോക്കാൻ കഴിവുള്ള ഒരു എനർജി. ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന, സഹായിക്കാൻ മനസ്സുള്ള, പിന്നെ എന്താ പറയാ, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാനും എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഈ എനർജിയിൽ തന്നെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം വേണം. നമ്മളുടെ ഉള്ളിൽ മനസ്സിൽ സന്തോഷമില്ലാത്തപ്പോ നമ്മൾ മറ്റുള്ളവരോട് നെഗറ്റീവായിട്ട് പെരുമാറും. നമ്മൾ മനസ്സിൽ ഹാപ്പിയാണ്, നമുക്ക് മനസ്സമാധാനം ഉള്ളപ്പോ നമ്മൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറും. അങ്ങനെയാണ്. അപ്പോൾ ഈ ക്വീൻ ഓഫ് വാൻസിന്റെ കൂടെ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റുള്ളവരെ സഹായിക്കാൻ. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാസ്റ്റിൽ എനർജി ആയിട്ട് വരും.
നിങ്ങളൊപ്പം കളിച്ചു വളർന്നവര്, സുഹൃത്തുക്കളാണ് ഇതെല്ലാം. അപ്പോ പക്ഷെ അവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇവര് പറയുന്നതെല്ലാം കേട്ട് നിൽക്കണമെന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള രണ്ടുപേരാണ്. അപ്പൊ നിങ്ങളും ആ വ്യക്തിക്ക് കൂടുതൽ എന്താ പറയാ, ഈ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ദുരുപയോഗം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളൊരു രാജ്ഞിയാണ്, ഒരു ചക്രവർത്തിനിയാണ്, ചിലപ്പോൾ ഒരു അമ്മയായിരിക്കാം, അത് മെയിൽ എനർജിയും ആവാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊപ്പം കളിച്ചു വളർന്ന ആളാണ്, അപ്പൊ തുടങ്ങിയുള്ള ബന്ധമാണെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട്, ഈ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അത് കണ്ണടച്ച് ഇരുട്ടാക്കി. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥയിൽ വന്നു നിൽക്കുന്നത്. ഇനി അത് പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ അവര് നിങ്ങളോട് നന്നായിട്ട് പെരുമാറും, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവുകയും ചെയ്യും. ചിലർക്ക് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ, ചിലർ കണ്ട് മനസ്സിലാക്കും, ചിലർക്ക് പറഞ്ഞു കൊടുക്കണം, ചിലർക്ക് സമാധാനത്തോടെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, ചിലരോട് നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു കൊടുത്താലേ ചിലർക്ക് തലയിൽ കയറുള്ളൂ. പലതരം ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ള ആളാണോ അതനുസരിച്ച് നിങ്ങൾ പെരുമാറുക കേട്ടോ. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി, രണ്ടാമത്തെ യെല്ലോ കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ. ഇത് കിങ് ഓഫ് വാൻസ് ആണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് 31, 2026 ആ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, പക്ഷേ അതനുസരിച്ച് ഈഗോ ഉള്ള ഒരാളാണ്. എല്ലാത്തിലും ഞാൻ മുൻപിൽ വേണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന ചിന്ത. വേറൊരാളുടെയും എല്ലാവർക്കും വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യും, എല്ലാ സഹായവും ചെയ്യും. ഈ വ്യക്തിയോട് ആരൊക്കെ നല്ലതായിട്ട് പെരുമാറുന്നു അവരെ സഹായിക്കും. ഈ വ്യക്തിക്ക് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ഈ വ്യക്തിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി തരാനും മടിക്കാത്ത ഒരു എനർജിയാണ് ഇതെന്നാണ് പറയുന്നത്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് ഈ സോഡിയാക് സൈൻ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. Queen of Swords. Queen of Swordsഉം ഡെവിളും വന്നിട്ടുണ്ട്, പിന്നെ 3 of Cupsഉം വന്നിട്ടുണ്ട്. ഇവിടെ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാനാണ് ചാൻസ് കേട്ടോ. അപ്പോ തേർഡ് പാർട്ടി കണക്ഷന് മിക്കവരും അവരുടെ ലീഗൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണറിനെ അത്രയും വില കൊടുക്കാറില്ല. തേർഡ് പാർട്ടി കണക്ഷന് വളരെ റെയർ ആയിട്ടേ തേർഡ് പാർട്ടി കണക്ഷനിൽ ആളെ വിവാഹം കഴിക്കാനും അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കാനും ഒരാൾ ശ്രമിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോ ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ തേർഡ് പാർട്ടി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടി, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. എന്തായാലും നിങ്ങൾ തേർഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പെക്ട് ഒന്നും ഈ വ്യക്തി തരുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങൾ അർഹിക്കുന്ന റെസ്പെക്ട് ഈ വ്യക്തി തരുന്നില്ല നിങ്ങൾക്ക്. അതുമല്ല, നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ് എന്ന ഒരു കൺഫർമേഷൻ ഉണ്ട്, പിന്നെ ഡെവലും ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഒബ്സെസ്ഡ് ആയ ഒരാളാണ്, നിങ്ങളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തി. അപ്പോ ഓഗസ്റ്റ് 31 ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ഈഗോ ഉള്ള ഒരു എനർജി, കുറച്ച് ഒബ്സസീവ് ആയിട്ട് ഡെവിൾ, ചെകുത്താന്റെ സ്വഭാവമുള്ള ഒരാളാണിത്. അപ്പോ ഇവിടെ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി കണക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു തേർഡ് പാർട്ടി ആണോ, നിങ്ങൾ ഈ വ്യക്തിയുടെ ലീഗൽ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഈ വ്യക്തി നിങ്ങളെ ഈ വ്യക്തിയുടെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്.
നിങ്ങൾ ഈ വ്യക്തിയോട് ഭയങ്കരമായ സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ക്വീൻ ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഇനി ഓഗസ്റ്റിൽ ഈ മാസം ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. നിങ്ങളൊരു തീരുമാനമെടുക്കും, എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല മുമ്പോട്ട്. ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആ എനർജിയോടൊപ്പം പോവുക, അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുക. രണ്ട് വഞ്ചിയിൽ കാലിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, അത് ഞാൻ അനുവദിക്കില്ല എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. ഇത് ഈ വ്യക്തിയോട് പറയുകയും ചെയ്യും നിങ്ങൾ. അക്വേറിയസ്, ലിബ്ര, ജെമിനായി, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓഗസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പൊ ഓഗസ്റ്റിൽ എന്തായാലും ഇതുവരെ തീരുമാനം എടുക്കാത്ത ആളുകൾ ഇപ്പൊ ഒരു തീരുമാനം എടുക്കും ഈ മാസം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തീരുമാനം എടുക്കായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ, പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യം വരാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ പിന്നെ എടുക്കാം, നിങ്ങൾ എല്ലാം സാമട്ടിൽ എടുക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുമോ എന്ന് നോക്കാം, നന്നായാലും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഓൾ റൈറ്റ്, ഇവിടെ നമുക്ക് ഓഗസ്റ്റ് മാസം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ 2 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ 7 ഓഫ് വാൻസ് റിവേഴ്സും 3 ഓഫ് വാൻസ് റിവേഴ്സുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കില്ല, നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്നേഹമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും ഈ വ്യക്തിയുടെ ഈ സ്വഭാവ ദൂഷ്യം ആക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇനി ഞാൻ എന്തിനു ആക്സെപ്റ്റ് ചെയ്യണമേ? കാരണം കുട്ടികൾ ഉണ്ടാവാം, പിന്നെ നാട്ടുകാരൊക്കെ അറിയുന്നുണ്ടാവാം, നിങ്ങൾക്ക് നാണക്കേടാവുന്നുണ്ടാവാം. അതുമല്ല, ഇത് ഇന്ന് നിർത്തും നാളെ നിർത്തും എന്ന് വെച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു തീരുമാനം ആവുന്നില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ട് കാര്യം, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ ഇതേ സ്വഭാവത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം, അതല്ലെങ്കിൽ ഈ വ്യക്തിയെ അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്വന്തമായിട്ട് സ്വീകരിക്കാം. അതിനുള്ള ഒരു തീരുമാനം. കാരണം ഇതിനകത്ത് ഇപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുമായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, നമുക്കറിയില്ല. ഒന്ന് പ്രതികരിച്ച് നോക്കിയാൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോ ഇവിടെ ഒട്ടും ഇപ്പൊ ഹാപ്പിനെസ് ഇല്ല, കൂടുതൽ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, കൂടുതൽ സന്താപമാണ് റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ കുറേശ്ശെ ഇല്ലാതെ പോയി കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകും. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരാൾ കൂടെ ഉണ്ട് എന്ന് ആവശ്യത്തിന് ഒരു ഗുണത്തിനും ഇല്ലാത്തൊരു എനർജിയാണെന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൊണ്ട് ഡിപ്രഷൻ, സങ്കടം, ആകെ കൂടെ ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല. അപ്പൊ അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക റിലേഷൻഷിപ്പ്. എങ്ങനെയെങ്കിലും എന്റെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തും. അങ്ങനെയാണ് നിങ്ങൾ ഈ ആക്ഷൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഇതിനകത്ത് വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ്. എന്ന് വെച്ചാല് മാറുമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല, ഒരു മാറ്റവും ഇല്ല വ്യക്തിക്ക്. അപ്പോ ഇത് നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ആൾക്കാർ സംസാരിക്കുന്നത് നിങ്ങളോട് അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതില്ലേ ഇല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു വിധത്തിലൊക്കെ പിടിച്ചു നിൽക്കുക, ഈ വ്യക്തിക്ക് വേണ്ടി മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യൊക്കെ വരികയാണ്. പക്ഷെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാസം ഇത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതിന്റെ ഒരു ഗുണമില്ല, ഇനി കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതേസമയം നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കാനും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് ഓഗസ്റ്റില്. ഇത് നിങ്ങൾ വ്യക്തിയോട് സംസാരിക്കും. ഇതുവരെ ചിലപ്പോൾ വ്യക്തിക്ക് അറിയില്ലായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാമെന്ന്. നിങ്ങൾ ചിലപ്പോൾ ശുദ്ധഗതിയുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തിയുടെ മൊബൈലൊന്നും ചെക്ക് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ വളരെ എന്താ പറയാ, വ്യക്തമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അറിയാതിരിക്കേണ്ട കാര്യമില്ല. വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഒരു ശുദ്ധഗതി ആയതുകൊണ്ട് നിങ്ങളൊന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചിരിക്കും. കാരണം നിങ്ങൾ ഇവരുടെ മൊബൈല് ലോക്ക് ഉണ്ട്, നിങ്ങൾ ഇവരുടെ മൊബൈൽ തൊടേണ്ട കാര്യമില്ല, നിങ്ങൾ അത് അന്വേഷിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊന്നും മൊബൈൽ നോക്കേണ്ട കാര്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius. ഫയർ സൈൻ ആണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ഏത് സോഡിയാക് സൈൻ ആണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും
നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം ഇവിടെ. നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് ഗൈഡൻസ് തരാൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു വലിയൊരു പ്രാരാബ്ധമായി തീരും. നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത് നിൽക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഫിനാൻസ് വേറെ പല വഴിക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. മനസ്സിലായി? നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടും കൂടിയിട്ടാണ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. കാരണം വേറൊരാൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ, ശമ്പളത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മുഴുവനും അത് വേറൊരാളുടെ സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഈ മാസം കിട്ടിയില്ല പൈസ എന്നൊക്കെയാണ് പറയുന്നത്. വേറെ കടങ്ങൾ ഉണ്ടായിരുന്നു, അത് ഇതാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം അറിയാമെങ്കിൽ ഇതുവരെ നിങ്ങൾ ചോദിച്ചില്ല. അപ്പൊ ഇവിടെ വലിയൊരു ബേർഡൻ ആയിട്ട് മാറും, വലിയൊരു പ്രാരാബ്ധമായിട്ടാണ് റിലേഷൻഷിപ്പ് മാറാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇതിനൊരു തീരുമാനം നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യമാണ്. ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇവിടെ ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സിന് ഒരു വാക്കേ ഉള്ളൂ, പച്ചയായിട്ട് മുഖത്ത് നോക്കി പറയാം. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. കാരണം സഹി കെട്ടിട്ടാണ് നിങ്ങൾ ഈ എനർജിയിൽ വരുന്നത്. എത്രത്തോളം ക്ഷമിക്കും? അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയോട് കാര്യമായ കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി നോക്കണം. അങ്ങനെയാണ് സംസാരം തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നു, നിങ്ങൾ ജോലി കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം ഉഴപ്പാണല്ലോ. അപ്പോൾ അങ്ങനെയായിരിക്കും മറ്റുള്ളവരെയും ഈ വ്യക്തി കാണുന്നത്, നിങ്ങളെയും. നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളും ഈ വ്യക്തിയെ പോലെ ആകുമെന്ന പേടി കൊണ്ടായിരിക്കാം നിങ്ങളെ ജോലിക്ക് വിടാത്തതും വീടിന് പുറത്തേക്ക് പോകാൻ സമ്മതിക്കാത്തതുമല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സംസാരം തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. അങ്ങനെയാണ് ഇത് ഈ കാര്യത്തിലേക്ക് കയറിയിട്ട് പിന്നെ അങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് ഇത് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ ഈ ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്ന, പൈസയുടെ കാര്യം. ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല, വരുമാനത്തിൽ കുറവ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചിലവ് കൂടി വരികയാണ്, അപ്പൊ ഞാനും കൂടെ ജോലിക്ക് പൊക്കോട്ടെ എന്നൊരു ഡയലോഗിലാണ് നിങ്ങൾ, സ്ത്രീ ആയാലും പുരുഷനായാലും. ഒരാളുടെ കൺട്രോളിലാണ് മറ്റേ ആൾ നിൽക്കുന്നത്. അപ്പോൾ അത് ചോദിച്ചു തുടങ്ങുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകും. പിന്നെയാണ് നിങ്ങൾ ഈ ഒരു സംസാരം എടുത്തിടാൻ പോകുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ മാസം ഓഗസ്റ്റിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും. ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിലാക്കും നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയാം, നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകുമെന്നുള്ളൊരു ബോധം ആ വ്യക്തിക്ക് വരും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് വളരെയധികം നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളായത് കൊണ്ടാണ്. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ സമാധാനം വേണം. വഴക്കും വക്കാണമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം അത് ഒഴിവാക്കാനുള്ള വഴികൾ നിങ്ങൾ നോക്കും. പക്ഷെ നിങ്ങൾ അത് ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കയ്യിൽ നിന്ന് കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി. ഇത് ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പുതിയൊരു അവസ്ഥയാണ്. അപ്പോ ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയൊരു അവസ്ഥ വന്ന് കയറാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നോക്കട്ടെ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണത്. ഒരു പുതിയൊരു ഐഡിയ, പുതിയൊരു പ്രോജക്റ്റ്, പുതിയൊരു ഐഡിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഈ ഓഗസ്റ്റ് 31st നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയൊരു അവസ്ഥ വരുന്നുണ്ട്. വളരെ പാഷനറ്റ് ആയ ഒരു അവസ്ഥയാണിത്. ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആരോ ആഗ്രഹിക്കാൻ ചാൻസ് ഉണ്ട്. 7 of Cups റിവേഴ്സ് ആണ്. ഒരു ഓപ്ഷൻ വരുന്നതാണ്, അതിലൊരു തീരുമാനം എടുക്കും ആരും, ഒരു ഫൂള്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയൊരു അവസ്ഥ വന്ന് കയറാൻ പോകുന്നുണ്ട്. ആ അവസ്ഥ കുറെ നാളായിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ തീരുമാനമെടുക്കുന്നത് ഈ മാസമാണ് ഈ വ്യക്തി. അപ്പൊ കുറെ നാളായിട്ട് തട്ടി തട്ടി മാറ്റിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ, അത് തീരുമാനമെടുക്കും ഒരാള്, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ തീരുമാനമെടുക്കും ഈ മാസം, ഓഗസ്റ്റ് മാസം. അതുപോലെ തന്നെ ഒരാള് മറ്റേയാളെ പൊട്ടനാക്കാനോ പൊട്ടിയാക്കാനോ ശ്രമിക്കും. ഫൂൾ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പുതിയ തുടക്കമാണിത്. അതേസമയം മറ്റേയാളെ മണ്ടനാക്കുക അല്ലെങ്കിൽ മണ്ടിയാക്കുക എന്നൊരവസ്ഥയും കൂടെ ഈ മാസം വരാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ഏരീസ്.
ഒരു പുതിയൊരു സിറ്റുവേഷൻ വന്ന് കയറുന്നുണ്ട് റിലേഷൻഷിപ്പില്. ചില സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാറില്ല. കാരണം നമ്മൾ നമ്മളുടേതായ ലോകത്തായിരിക്കാം. കുറെ വഷളായി കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിവ് വരുന്നത് നമുക്ക്. എന്തായാലും എന്താണ് ഓഗസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന കാര്യം ഒന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 31, 2026 ഇവരുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറാൻ പോകുന്നത് എന്താണ്? ഒരു എംപററെ കാണിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ബോസ് ആയിരിക്കാം ഇത്. എംപററും ഉണ്ട്, എംപ്രസും ഉണ്ട്. ഇത് ചിലപ്പോ ഈ വ്യക്തിയുടെ വീട്ടുകാര് അച്ഛനും അമ്മയും ആയിരിക്കാം, നിങ്ങളുടെ വീട്ടുകാർ അച്ഛനും അമ്മയും ആയിരിക്കാം, അല്ലെങ്കിൽ പ്രായമുള്ള രണ്ടുപേരാണ്, ഭാര്യയും ഭർത്താവുമാണ് വന്ന് കയറാൻ പോകുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് കാർഡ് വന്നിട്ടുണ്ട്. ഭാര്യയും ഭാര്യയാണ് കുറച്ച് പണി തരാൻ പോകുന്നത്. ഭർത്താവ് അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ എന്തോ ഒരു തീരുമാനം ആരോട്, ചിലപ്പോ കുട്ടികളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ പുനർവിവാഹത്തിന് ശ്രമിക്കുന്നതായിരിക്കാം. ഒരാളെ വേണ്ടാന്ന് വെക്കാൻ ആരെങ്കിലും പ്രേരിപ്പിക്കാനുള്ള ഒരു അവസ്ഥ വരുമായിരിക്കാം. അപ്പോ ഇതുവരെ പുറത്തു നിന്ന് അവര് സംസാരിച്ചിരുന്നവര്, അവര് രണ്ടുപേര് നിങ്ങളുടെ ഫാമിലിയിലേക്ക്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്ന് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിൽ ഒന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കി രണ്ടുപേരെയും രണ്ടു വഴിക്കാക്കാനുള്ള ഒരു ചാൻസ് ആയിരിക്കാം ഈ വന്ന് കയറുന്നത്. മനസ്സിലായോ? ഇവിടെ അപ്പൊ ഇവര് ദൂരെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഈ മാസം. പിന്നെ ഈ മാസം നമ്മളുടെ ഫെസ്റ്റിവൽ ഒക്കെ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണോ ഈ ബന്ധുക്കളെല്ലാം വന്ന് കയറാൻ പോകുന്നത്? അപ്പോ അങ്ങനെയാണോ ഇവിടെ പ്രശ്നം എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് ഏരീസ് ആണ്, ഇത് ടോറസ് ലീബ്ര. ഇവിടെ ലവേഴ്സ് കാർഡ് റിവേഴ്സ് വരുന്നുണ്ട്, ജെമിനായി ആണ്. പിന്നെ പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വരുന്നുണ്ട്, അത് അക്വേറിയസ് ലിബ്ര ജെമിനായി ആണ്. ഇവിടെ ടവർ മൊമെന്റ് സ്കോർപിയോ. ടവർ മൊമെന്റിലാണ് ഈ സിറ്റുവേഷൻ വന്ന് നിൽക്കാൻ പോകുന്നത്. ഒരു വലിയൊരു ആഘാതം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം മോശമായി പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തന്നെ നഷ്ടപ്പെടും. കാരണം ഇവര് വരുന്നത് നിങ്ങളെ രണ്ടുപേരെയും പിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരുന്ന രണ്ടുപേരാണ്. ഇത് നിങ്ങളുടെ ഇൻലോസ് ആണോ സോറി നിങ്ങളുടെ പാരൻസ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വന്ന് കയറി ചിലപ്പോൾ ചേച്ചിയും ഭർത്താവും ചേട്ടനും ഭാര്യയും അങ്ങനെ കുറച്ച് പ്രായമുള്ള എനർജീസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് ഇവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലവേഴ്സ് ആയ അപ്പൊ നിങ്ങൾ ചിലപ്പോ വീട്ടുകാർക്ക് എതിർത്ത് നിന്ന് കല്യാണം കഴിച്ചതായിരിക്കാം. പക്ഷെ കല്യാണം നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ആ ഒരു സന്തോഷത്തിലേക്ക് പോയിട്ടില്ല. അല്ല, നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ തന്നെ ഈ നമ്മൾ പറയാറുണ്ട് കല്യാണം കഴിച്ച പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വീട്ടുകാരൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ചിലപ്പോ പിള്ളേരായില്ലായിരിക്കും കഷ്ടകാലത്തിന്. അതല്ലെങ്കിൽ ഇവര് ഇത്രയും വർഷമായിട്ടും ചിലപ്പോൾ കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ, വിവാഹ ബന്ധമാണെങ്കിലും ഇവര് ചിലപ്പോൾ നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോ ഇത്രയും കാലമായിട്ട് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആവുമ്പോൾ മിക്കവാറും ഫാമിലീസിന് അതൊരു ബുദ്ധിമുട്ടാകും. മനസ്സിലായോ? നമ്മളുടെ ഇവിടെ അത്രയും അങ്ങോട്ട് അത്ര ആക്സെപ്റ്റബിൾ ആയിട്ടില്ല. അപ്പൊ ഇതൊരു പണിയാവാൻ വഴിയുണ്ട്. ഇപ്പൊ നിങ്ങൾ കേരളത്തിന് പുറത്താണെങ്കിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇവര് വന്നിട്ട് ഇത് സെപ്പറേറ്റഡ് ആക്കി എടുക്കാനാണ് പ്ലാൻ. കാരണം ഇങ്ങനത്തെ ആളുകളെ നമ്മളുടെ ഫാമിലിയിലേക്ക് പറ്റില്ല എന്നൊരു മനസ്സോടെയാണ് ഇവർ വരുന്നത്. മനസ്സിലായോ? പഴയകാല ചിന്താഗതികളുടെ കുറച്ച് ആളുകളാണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു ടവർ മൊമെന്റിലാണ് വന്ന് നിൽക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വലിയ നാശനഷ്ടം ഉണ്ടാവും, റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആവും കേട്ടോ. അപ്പൊ നിങ്ങളെ ദൂരെ നിന്ന് നോക്കിയിരുന്ന അപ്പൊ ആരോ ഒരാൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരെ അപ്പപ്പ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നറിയില്ല, ബന്ധുവായിട്ടുള്ള ആ ബന്ധുവായിരിക്കാം നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഇടയ്ക്ക് നടക്കുന്ന
ഭാര്യയും ഭർത്താവിന്റെയും, അല്ലെങ്കിൽ നിങ്ങൾ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ, അതിനിടയിൽ നടക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് അപ്പപ്പോ അറിയിച്ചിരുന്ന ആരോ ഒരാള് കാരണമാണ് ഇവർ ഈ തീരുമാനത്തിലെത്താനുള്ള കാരണം. അപ്പൊ ഇവര് ഉറച്ചിട്ടാണ് വരാൻ പോകുന്നത്. വന്ന് കയറിയിട്ടുണ്ടോന്ന് അറിയില്ല, ഉറച്ച മനസ്സോടെയാണ് വന്ന് കയറുന്നത്. ഇതിന് നടക്കില്ല, ഇവിടെ ഒരു തീരുമാനമാകും, ഈ റിലേഷൻഷിപ്പ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഒരു സിറ്റുവേഷനിലാണ് വന്ന് കയറുന്നത് കേട്ടോ. ഇതൊരു വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. കഷ്ടമാണ്, എന്നാലും കണ്ട കാര്യം പറയാതെ എനിക്ക് പറ്റില്ല. ഓൾറൈറ്റ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ബാലൻസ് ഇല്ലായ്മ. അപ്പോ നിങ്ങൾ ചിലപ്പോൾ വളരെ എക്സ്ട്രീം, ചിലപ്പോൾ ഭയങ്കര ഭീകരമായിട്ട് വഴക്കിടുന്ന രണ്ടുപേരായിരിക്കും. സ്നേഹമുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് വഴക്കിടുന്ന, എപ്പോഴും വഴക്കും ബഹളവും, ഇപ്പോഴും ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് വീട്ടില് പാർട്ടിയും അതും ഇതും. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ഒരു തരത്തിലല്ല നിങ്ങളുടെ ജീവിതം എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ കുറെ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും രണ്ടുപേരുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന രണ്ടുപേരാണ്. അപ്പോ അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അപ്പോ ഒരു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടെ എന്നാണ് പറയുന്നത്. രണ്ടുപേരും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജീവിക്കുന്ന രണ്ടുപേര് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങളുടെ ഫാമിലി ഉണ്ട്. നമ്മൾ ഒരു ആളുമായിട്ട് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അയാളെ മാത്രമല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്, അയാളുടെ ഫാമിലിയും കൂടിയാണ് കല്യാണം കഴിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരിക്കല്, കുറെ നാൾ നമുക്ക് മാറിക്കാം, എന്തെങ്കിലും ഒരിക്കലും അവരുടെ ഫാമിലിയുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. അപ്പൊ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് എല്ലാ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ള രണ്ടുപേരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സംസാരിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. നമ്മൾ വാശി പിടിച്ച് എനിക്കതൊന്നും പ്രശ്നമൊന്നുമല്ല, അവര് വന്ന് കാണട്ടെ എന്താന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും പറയുമ്പോൾ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന ആളാണെങ്കിലും നമ്മൾ അച്ഛനമ്മയും എതിർക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത്ര നാളും അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാതിരുന്ന കൊണ്ടായിരിക്കാം വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതോ നിങ്ങൾ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നതോ. പക്ഷേ അവരുമായിട്ടുള്ള സംസാരം, ഇമോഷണൽ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ കൈവിട്ട് പോകും. അപ്പൊ റിലേഷൻഷിപ്പിന് വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.